നമസ്തേ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം കേന്ദ്രിയം താം വരിഷ്ഠ വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അങ്ങനെ കിഷ്കിന്ധാകാന്ഡത്തിലെ ബാലി വധത്തിൻ്റെ ഭാഗമാണ് നമുക്കിനി വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ, കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസം ഭക്ഷ്യമത്രേ ഭത മാനസേ തോന്നിയതെന്തു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോ ഉത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളേ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി, നിന്നെ നീയേതുമറിയാഞ്ഞതുമെടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതോ. ചേതസീ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചേറ്റവും മഹാപാപി. താപമവർക്കതിനാലേ വരുമല്ലോ, മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ. നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ, ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായിക അവരോടേതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തരമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം. ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ, ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ. നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേ താപകമായ ശരമേറ്റു. ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ. സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോടു
നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ. നാരായണൻ നിൻ തിരുവടി ജാനകീതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരതാത്മനായി ജനിച്ചു ഭവാൻ പത്മജന്മുന്നമർത്തിക്കയാലെന്നതു പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോടു തുല്യ ബലനാകുമങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അങ്കത ബാലനുമൊക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം. എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിയിടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹവും ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദാതുരൂപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകം ഭയത്തോടോടി വേഗേന പൊക്കിതു കിഷ്കിന്തയായ പുരാജിരേ. ചൊല്ലിനാൻ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റൂരണാജിരേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ത മഹാപുരം. മന്ത്രികളോടും നിയോഗിക്ക നീ പരിബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടോരു താരയും ഓലോലെ വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസീ താടിച്ചു താടിച്ചു ഗദ്ഗദവച പറഞ്ഞു പലതരം. എന്തിനെനിക്കെനി പുത്രനും രാജ്യവുമെന്തിനു ഭൂതലവാസവും മേ വൃഥാ. ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേപരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെയേറ്റം വിവശയായി വീണിതു ചെന്നു പാതാന്തികേ താരയും കേടു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമെയ്തെന്നെയും കൊന്നിട്ടു നീ മമ പ്രാണനാഥന്നു പോറാ പിരിഞ്ഞാലിടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തുരുമയുമായി വാഴ്ക നീ. സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ. ബന്ധമില്ലേതൂമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തുങ്മാംസരക്താസ്തി കൊണ്ടിടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ. അല്ലലുണ്ടാകായികേതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല. താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയൻ. ഔവ്യേനാകാശതുല്യനല അലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും
ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിതേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ, യാതൊരളവും ദേഹേന്ദ്രിയാഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാതഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതുനാ താനാമഹം കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമവർത്തകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മസൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ഞനാ. ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും വലാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തത്സ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നു അനാദ്യവിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം. ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദാ മായാഫലത്താലതാർക്കൊഴിക്കാമിടോ യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനർ അപ്പോൾ അവൻ മതിമദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ. മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയും മയാ പ്രോക്തമൂർത്തു വിശുദ്ധയായി. മായാവിമോഹം കളക മനോഹരെ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമെനിക്കളഞ്ഞാലും അശേഷം നീ. മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരിയെന്നാകിലും
വിഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞതു സുഗ്രീവനു ഇവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമങ്കദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹമാഹ പര്യന്തമാഹന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീമൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാ ജഗാമാരഘുത്തമ സന്നിധോ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമെനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനെനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശത്തെ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ, ഞാനതിനില്ലൊരു സംശയം, പ്രീതനായി പോയാലും ആശൂമമാജ്ഞയാ. രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. മൂലമൊരു നഗരം പോകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭോ. സർവമദീനം നിനക്കു രാജ്യം സഖേ, ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദൃശികരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രവൃത്തി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞുവൻ എന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടും സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാഗ്രേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാക്കിയ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ്വ ശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി. സ്ഫടികദീപ്തി കലർന്നു വിളങ്ങിന താടകദേശം മണിപ്രവരോജ്വലം. വാതവരിഷ ഹിമാതപവാരണം പാതപവൃന്ദഫലമൂല സഞ്ചിതം. തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധ യോഗീന്ദ്രാതിരഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ. പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൻ. രാഘവൻ തത്ര സമാധി വീരതന ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്തുഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാക്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളേണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ. ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ക്രിയാമാർഗോപദേശമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത്. കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിലോർക്കവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്വാമെടോ. ഹൃൽ കമലത്തിങ്കലാകിലുമാം പുനരഗ്നിഭാവങ്കലാകിലുമാമെടോ. മുഖ്യ പ്രതിമാദികളിലൊന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ സുഗ്രീവ രാജ്യാഭിഷേക ഭാഗവും അതുപോലെ തന്നെ താരോപദേശ ഭാഗമാണ് നമ്മൾ വായിച്ചത്. താരോപദേശത്തിൽ പറയുന്നത് ഈ എന്തിനു ശോകം വൃഥാ കേൾത്തവ. ഈ ജീവിതത്തിൽ നമ്മൾ ദുഃഖത്തെ ഒഴിവാക്കണം. ആ ദുഃഖം ഒഴിവാക്കാൻ നമ്മൾ വളരെ ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. പക്ഷേ ശ്രീരാമൻ താരയോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്, നീ ഭർത്താവിൻ്റെ ദേഹത്തെയാണോ സ്നേഹിച്ചതും ബഹുമാനിച്ചതും അല്ല ആത്മാവിനെ എന്നാണ്. ദേഹത്തെ ആണെങ്കിൽ കരയാം, അല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവനെയാണ് സ്നേഹിച്ചതെങ്കിൽ കരയേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമാണ്. കാരണം ഇല്ല ജനനവും മരണവുമില്ല കേൾ അല്ലലുണ്ടാകായിക നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷാദവും അല്ലതു കേവലം. അതുകൊണ്ട് ജനനവും മരണവും ആർക്കില്ല? ആത്മാവിന് ജനനവും മരണവുമില്ല, ദേഹത്തിന് മാത്രമേ നാശമുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് മരണത്തെ ഓർത്ത്, ഭർത്താവിൻ്റെ മരണത്തെ ഓർത്ത് നീ എന്തു ചെയ്യേണ്ടതില്ല? വ്യസനിക്കേണ്ടതില്ല. കാരണം എന്താ? ജനിച്ചു കഴിഞ്ഞാൽ മരണം നിശ്ചിതമാണ്, അത് തടുക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് ആത്മാവിന് ഷഡ്ഭാവങ്ങളില്ല. ജനനം, മരണം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെയൊന്നും ആത്മാവിനില്ല. ഇതുള്ളത് ദേഹത്തിന് മാത്രമാണ്. നമ്മൾ ദേഹത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ മാത്രമേ ദുഃഖിക്കേണ്ടതുള്ളൂ. ആത്മാവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്താ? ഈ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് അനുഭവിക്കാതെ കണ്ട് ആർക്കും ഈ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? വേദത്തിന് വിധിക്കും അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് ദുഃഖമുണ്ടാവില്ല. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സംഘർഷങ്ങളില്ലാതെ പോകണമെങ്കിൽ ജീവിതത്തിൽ എന്ത് വേണം? സത്സംഗമുണ്ടാക്കണം, ആധ്യാത്മികമായ ജ്ഞാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സുഗ്രീവനെ രാജ്യാഭിഷേകം ചെയ്യാൻ വേണ്ടി പോവുകയും അങ്ങനെ സുഗ്രീവനെ രാജ്യാഭിഷേകം ചെയ്തതിന് ശേഷം ശ്രീരാമൻ ചാതുർമാസ്യ വ്രതത്തിന് വേണ്ടി പോവുകയാണെന്നും അതുകൊണ്ട് അതുവരെ നീ സുഗ്രീവ രാജ്യമൊക്കെ ഭരിച്ച് കുടുംബത്തെയൊക്കെ സംരക്ഷിച്ച് കുലത്തെ സംരക്ഷിച്ചുകൊണ്ട് നീ മുൻപോട്ടേക്ക് പോയിക്കോളൂ. അതിനുശേഷം സീതാദേവിയെ അന്വേഷിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ചാതുർമാസ്യ വ്രതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമൻ പോലും വ്രതവും ചിട്ടയും നിഷ്ഠയും ഒക്കെയാണ് മനുഷ്യ ജന്മമെടുത്തപ്പോൾ ചെയ്തതെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെന്ന് നമുക്ക് വരികളിലൂടെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാമായണ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേധക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.